Hello guys, welcome to another video of Line cut. Hello guys, welcome to another video of Shan Stocks. നമുക്കൊരു MMA ഫൈറ്റ് കണ്ടിട്ട് വന്നാല് മിക്സൽ മാർഷൽ ആർട്സ് അല്ല, മണവാളന്റെ മുളഞ്ഞ അടി കണ്ടിട്ട്. ഇത് കാറിൽ നിന്ന് കുണച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം കളിച്ചുണ്ടാക്കണ സാധനമല്ല, റിങ്ങി അറിഞ്ഞ് കളിച്ചുണ്ടാക്കിയ സാധനം. ഓ ശരി, കാതിൽ നിന്ന് കുണച്ചും ഗെയിം കളിച്ചുണ്ടാക്കിയില്ല, പിന്നെ ഇനി എന്ത് തൊലിച്ചാണ് ഈ സാധനം ഉണ്ടാക്കിയത്? ഒന്ന് കാണിച്ചു. റിങ്ങിലിറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് കനം വേണം. റിങ്ങിലിറങ്ങി അടിക്കാൻ കനം വേണം. എന്തിനാണ് അവ കനം വേണ്ടത്? എത്ര കിലോ തൂക്കം വേണം? നിനക്ക് എത്ര കിലോ തൂക്കമുണ്ട്? ഒന്ന് പറഞ്ഞിട്ടാ. നിനക്ക് എവിടെയാണ് കനം കൂടുതലായിട്ടുള്ളത്? ഒന്ന് പറഞ്ഞിട്ടാ. ഇങ്ങനെ കാര്യം വയ്ക്കാതിട്ടാ കൊതങ്ങി പൊളന്നു പോവും. ഇങ്ങനെ കാക്കിയല്ലേ? മണവാളം ജയിക്കുവോ? മുളച്ചതല്ലേ, വെയിലത്ത് പാടുവോ? എന്താണ്? തെങ്ങില് മുളച്ചത് വെയിലത്ത് പാടില്ലേ? ഇത് അങ്ങനെയല്ല. കേട്ടില്ല. തെങ്ങില് മുളച്ചത് വെയിലത്ത് പാടൂല. പുതിയതാണ്. നല്ല സാധനം. ചോര എന്താന്ന് കാണിച്ചു തരട്ടെ? കാണിച്ചു കൊടുക്കൂലേ? മണവാള ഇപ്പൊ ഗോൾഡ് മെഡൽ കിട്ടി, സ്റ്റേറ്റ് ചാമ്പ്യനായി. ഇനി അടുത്ത നാഷണലിലൊക്കെ പോകും. ഉണ്ട്, ഞാൻ അടുത്ത് പ്രിപ്പയർ ചെയ്യാം. ഏത് സ്റ്റേറ്റ് ചാമ്പ്യൻ? എവിടത്തെ സ്റ്റേറ്റ് ചാമ്പ്യൻ? ഏത് ഗോൾഡ് മെഡൽ? ആ പിത്തള ചെമ്പ? അത് ഗോൾഡ് മെഡല്? ഗോൾഡ് മെഡൽ സ്റ്റേറ്റ് ചാമ്പ്യൻ. ഏത് സ്റ്റേറ്റിലെ ചാമ്പ്യൻ നീ? ചോദിക്കണേ, ഏത് സ്റ്റേറ്റിൽ നീ ചാമ്പ്യൻ? പറയാനുള്ളൂ. പലരും ഇങ്ങനത്തെ സ്വർണ്ണതാ അങ്ങനത്തെ വാങ്ങുന്ന് പറയണ്ട. നമ്മുടെ നാടിന് വേണ്ടിട്ട് സ്വർണ്ണ മെഡൽ വാങ്ങിയിട്ട് നിൽക്കണേ. ഇതിന്റെ 10-1 മേലെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് കോണ അടിക്കുന്ന പറയുള്ളൂ. ചിലരൊക്കെ അവിടെ കളിച്ച് അങ്ങനെ വാങ്ങുന്നത്. അതുകൊണ്ട് താത്തറന്ന് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനത്തെ വാങ്ങ്, ഇതേപോലെ വാങ്ങ്, കൊള്ളാം, ഇതേപോലെ വാങ്ങ്. എന്തോന്ന് വാങ്ങാൻ? വെറും 3 മാസം മാത്രം MMA പിടിച്ചിട്ടുള്ള ഒരാളിനെ റിങ്ങി പിടിച്ച് കയറ്റി നിർത്തിയിട്ട് മറ്റേ പഞ്ചായത്ത് കേരളോത്സവം നടക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തില്. എടാ വാണമേ, ഇതിനെക്കാട്ടി നല്ല പോലെ നമ്മളെ കിളിമാന സ്കൂളിലെ 10ലെ പിള്ളേരെ റോഡിൽ കിടന്ന് അടി വിടും. അതിന് ഇതിനെക്കാട്ടി സ്റ്റൈലുണ്ട്. എന്തേലും റിങ്ങിനകത്ത് പോയിട്ട് ഇതാണോ MMA? ഇതാണോ MMA? മിക്സഡ് മാർഷൽ ആർട്സ്, MMA. ഈ സാധനത്തില് മാർഷൽ ആർട്സ് ഇല്ല. ഇത് മാറ്റി വിളിക്കാം, മണവാളന്റെ മുണന്നെ അടി. നല്ലതല്ലേ? അതല്ലേ കറക്റ്റ്? മിക്സഡ് മാർഷൽ ആർട്സ് അല്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് യവന് മെയിൻ ആയിട്ട് ചെയ്തോടുന്നായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നീലക്കുയിൽ കാണാം. അത് വേറൊരു വേണം. ഈ മൊണ്ണയുടെ കല്യാണം, അതായത് ഇപ്പൊ മെഡൽ ഒക്കെ കാണിച്ചിരുന്ന താത്താടെ യവന്റെ കല്യാണം 30 ദിവസമാണ് നീലക്കുയില് കണ്ടിട്ട്. 30 ദിവസം പെയ്ഡേ അല്ല. ഈ വേണം ആരും അറിയാത്തൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയി ഒരു പാവപ്പെട്ട ഒരുത്തനെ പിടിച്ചു കയറ്റി അങ്ങേക്ക് സംഭവം എന്തിനാണെന്ന് പോലും അറിഞ്ഞൂടാ. അത് അങ്ങനെ റിങ്ങിനകത്ത് കയറി അങ്ങനെ മണ്ടക്കിന് ഇങ്ങനെ ആക്കി അടിച്ചിട്ട് എവിടെ നിന്ന് ഒരു പിത്തള ചെമ്പിന്റെ മെഡലും പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു കള്ള സർട്ടിഫിക്കറ്റ് അടിച്ച് കയറ്റിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ, സ്റ്റേറ്റ് ചാമ്പ്യൻ. സമ്മതിച്ചു, നീ സ്റ്റേറ്റ് ചാമ്പ്യൻ തന്നെ. അത് മാത്രമല്ല, ഇനി വേറെ ഉണ്ട്. ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പോയി ആദ്യം സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്ത് കളിച്ചിട്ട് പിന്നെ വേൾഡിൽ വേണ്ടി വേൾഡിലോട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോകുന്നു. അപ്പം ബാക്കി വർഷങ്ങളായിട്ട് കളിക്കണവരൊക്കെ ഇടാനായിരിക്കുന്ന നീ അതവിടെ അങ്ങനെ ആക്കൂ. അതാണ് നിന്റെ അവിടെ നടക്കുന്നത്. മണവാളന്റെ മുണന്നെ അടിയല്ല, മിക്സൽ മാർഷൽ ആർട്സ് ആണ്. നീ ഇത് വല്ല പഞ്ചായത്തിലെ പോയി കാണിയിട്ട് ഇതേപോലെ 10-30 വയസ്സുള്ള 3 മാസം 2 മാസമൊക്കെ ആയിട്ട് മമ്മ പിടിച്ച് ആരെങ്കിലും പിടിച്ച് നിർത്തിയിട്ട് കൂട്ടിക്കേറ്റിട്ട് തടവിക്കളി. ഇത് കഴിഞ്ഞിട്ട് നീലക്കുയിലിന്റെ ഒരു ക്യാഷനുണ്ട്.
മണവാളന്റെ ഓരോ ഇടിയും 100 കിൻഡൽ വരുമോ? കുയിലുമയില് നിനക്ക് കിൻഡൽ ഇടിയെന്ന് വെച്ചാൽ എന്തായിരുന്നു? ഞാൻ എപ്പം കാണിച്ചത് വീഡിയോ കിടപ്പുണ്ട്, ഒരു വീഡിയോ എപ്പം കാണിച്ചിരുന്നു, ഞാൻ കാണണേ. कंटिन्यू ठेवा, सोडू नको. व्हेरी गुड, नाईस. खाली परत तेच. പിന്നെ താത്തച്ചി ഒന്ന് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കണ്ട, നീ ഇതേപോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കാണിയിരുന്നു. ഇങ്ങനെ പൈസ കൊടുത്ത് വെച്ചിട്ട് ഇതേപോലെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരെ പൈസയും കൊടുത്ത്, അവരെ കോച്ചിന് പൈസയും കൊടുത്ത്, അവരറിയാതെ ആ ആൾക്കാർ പോലും അറിയാതെ വന്നിട്ട് ഇങ്ങനെ കയറ്റി അവരെ എടുത്തിട്ട് വളവെള്ള ഇടിച്ചിട്ട് കുടുംബത്തോടെ വന്നു ഡ്രാമയും കാണിച്ച് മൂക്കളയും കണ്ണീരും പിഴിഞ്ഞൊലിച്ച് മണവാളൻ മാപ്പിളയെ ഭയങ്കര വലുതാക്കി കാണിക്കാനായിട്ട് താത്ത കാണിച്ച അഭിനയത്തിന് ബിഗ് ഹാൻഡ്സ് ഓഫ് താത്ത. ഭയങ്കര വലിയ സംഭവമായി പോയി കേട്ടാ, ഭയങ്കര സംഭവം. അത് വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ അച്ചീവ്മെന്റ് നടക്കാൻ നിൽക്കിട്ട് കേട്ടാ താത്ത. പ്രാങ്കും കോപ്പും ഒക്കെ മടക്കി വെച്ചേരാ, ഇവിടെ ആരെയും കാണണ്ട. ഞാൻ നീലക്കുയില് മോൻ അവന് പൈസയും കൊടുത്തിട്ട് ആൾക്കാരെ കാണിക്കാനായിട്ട് അവന്റെ ഇതേപോലത്തെ മറ്റേ സോഷ്യൽ മീഡിയ കോലും പൊക്കി പിടിച്ചോണ്ട് പിറകിന്ന് ചാനലിൽ ഇട്ട് പൊരിപ്പിച്ചതല്ലേ. അല്ലാതെ ഒരു മീഡിയ ചാനൽസും വന്ന് നിന്റെ ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ടിവിയിലൊന്നും പബ്ലിഷ് ചെയ്ത് നമ്മൾ കണ്ടില്ല, ഇൻസ്റ്റയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ MMA സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സീസൺ അല്ലല്ലോ. ഇതാ കാണണമാര് പൊട്ടന്മാരാ. പിന്നെ മറ്റേ ഈ നമ്മ മോണഞ്ഞ കിണിയും തീട്ടന്മാര് തേച്ചാണകത്തെ മുടിയും കണ്ടോണ്ട് നിന്റെ ഇനിയിപ്പൊ അവനെല്ലാം നമ്പണോ? പ്രാങ്ക് ഉണ്ടാക്കിയല്ലേ നീ നടന്നത്. അപ്പൊ നീ കാണിക്കുന്ന എല്ലാം പ്രാങ്കാണെന്ന് മനസ്സിലാക്കാനായിട്ട് കാണുന്ന എല്ലാവർക്കും ബോധമുണ്ട്. കേട്ടോ. പിന്നെ നിനക്കുള്ള അടി ഇതാ പിന്നീട് വരുന്നുണ്ട്. ഒറിജിനൽ MMA ഫൈറ്റേഴ്സ് പരസ്യമായിട്ട് വിളിച്ചിട്ടുണ്ട്. താത്തായും കെട്ടിയനും കൂടെ പറ്റുമെങ്കിൽ അവരെ ഒന്ന് അടിച്ചു തോപ്പിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കാണിച്ചു തന്നിട്ട് ഇതിന് മേലെ വെക്കാൻ പറയണേ. അപ്പോ മണവാള ഫേക്കാണ്, അവന്റെ ഫൈറ്റും ഫേക്കാണ്. ഇന്ന് ഞാൻ മണവാളിനെ ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യാണ്. മണവാള ഇന്ന് റിങ്ങിൽ അടിച്ചിട്ടാണെങ്കിൽ 1 ലക്ഷം രൂപ അവന് സ്പോട്ടിൽ ആ റിങ്ങിൽ വെച്ച് ഞാൻ കൊടുക്കും. അപ്പൊ മണവാളൻ കാക്കയുടെ മുണഞ്ഞ അടിയും മണവാട്ടി തത്താടെ മുണഞ്ഞ ഡയലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മണവാളൻ ഇതേപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഞാൻ അതും പൊക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഷാഡോ സ്റ്റോക്സ്. ഹായ്. അവരെ അടിച്ച് തോപ്പിച്ചിട്ട് ഒരു മെഡൽ പൊക്കി കാണിക്കണേ. അത് നീ ഇതേപോലെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് പൊക്കി കാണിച്ചാൽ മതി, അവര് തരൂല. നീ ജയിച്ചാൽ അവർ 1 ലക്ഷം രൂപ തരും കേട്ടോ.